എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇതാരോ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലെയുണ്ടല്ലോ. അപ്പൊ അപ്പച്ചി വീടിന് പുറത്തിറക്കോ ഈ പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് പോയതാണല്ലേ? ആ ജാക്കിയെ പോലീസ് പിടിക്കുമായിരുന്നു. പക്ഷേ ജാക്കിയെ പർദ്ദയിട്ട ഒരു സ്ത്രീ വന്ന് രക്ഷിച്ചു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ജാക്കി ഏത് നിമിഷവും ലച്ചുവിന്റെ അടുത്തെത്തും. ലച്ചുവും സഞ്ജുവും സൂക്ഷിക്കണം. പർദ്ദ വേഷത്തിൽ അവിടെ വന്ന് ജാക്കിയെ രക്ഷിച്ചത് കവിത തന്നെയാ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാക്കിയെ പോലീസ് ചോദ്യം ചെയ്ത ആ കൊലക്കുറ്റം കവിതയുടെ തലയിൽ വന്നു ചേരില്ലേ? അപ്പൊ എന്തു വില കൊടുത്തും കവിത ജാക്കിയെ രക്ഷിക്കും. ഈശ്വരാ, ഇനി ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടറെ, എന്താ ലച്ചു? അതെ, എനിക്കിപ്പോ ഒരു വലിയ ഡൗട്ട് തോന്നുക. ഡൗട്ടോ? എന്താ? കവിതപ്പച്ചി പതിവില്ലാതെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയി. അങ്ങനെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയത് എന്തിനാ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനി പുറത്തു കൊണ്ടുവച്ച് കഴിച്ചതാവോ? അവരുടെ നീക്കത്തിൽ എനിക്കെന്തോ ഒരു സംശയം. പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലോ? ഇനി ജാക്കിക്ക് കൊടുക്കാനാവോ കവിതപ്പച്ചി ഭക്ഷണം എടുത്ത് പുറത്തേക്ക് പോയത്? എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഒരു വീട്ടിൽ തന്നെ ഒരു കൊലപാതകയെ ഒളിപ്പിക്കാൻ അത്ര ധൈര്യമൊന്നും അവർ കാട്ടില്ല. എന്നാലും നമുക്ക് ആ വീടിനകത്തും ചുറ്റും ഒഴിഞ്ഞിടക്കുന്ന ഷെഡിനകത്തൊന്ന് പോയി നോക്കിയാലോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അത്ര ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അങ്ങനെ ചെയ്താലേ അത് പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. എന്നാലും എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, അവര് ജാക്കിയെ മറ്റെവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ജാക്കി എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ സംശയം. എല്ലാവരും സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം.